Welcome to Homemade. ഹലോ വെൽക്കം ടു ഹോം മെയ്ഡ്. ഞാൻ രമ്യ സുർജിത്ത്. ഇന്ന് നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള താറാവ് കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇത് അപ്പത്തിനും ചപ്പാത്തിക്കും ഇടിയപ്പത്തിനും ചോറിനും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പം, ഇടിയപ്പം, അതുപോലെ തന്നെ പത്തിരി, ഇതിൻ്റെ കൂടെയാണ് ഏറ്റവും ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഈ കറി ഉണ്ടാക്കുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ ഫ്യൂച്ചറിൽ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. ഇത് ഞാൻ കുക്കറിലാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ കുക്കർ ആദ്യമായിട്ട് ചൂടാക്കാൻ വെക്കുക. അതിനുശേഷം അതിനകത്തേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഒരു 3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയെങ്കിലും വേണം. അതിനകത്തേക്ക് നമുക്ക് 3 ടേബിൾ സ്പൂൺ വീതം ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒട്ടും കുറഞ്ഞു പോകരുത്. ഒരു വലിയ സ്പൂണിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 3 സ്പൂണെങ്കിലും വേണം. ഇത് നിങ്ങൾക്ക് ചതച്ച് വേണമെങ്കിലും ഇടാം. ചതച്ചിടുന്നത് നല്ല ടേസ്റ്റാണ്. ഞാനിപ്പോൾ അരിഞ്ഞാണ് എടുത്തിരിക്കുന്നത്. ആദ്യം നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. സവോള ഇടുന്നതിന് മുന്നേ തന്നെ ഇത് രണ്ടും വഴറ്റിയതിന് ശേഷമേ സവോള ഇടാവുള്ളൂ, അല്ലെങ്കിൽ ടേസ്റ്റ് കുറയും. ഇഞ്ചിയും വെളുത്തുള്ളിയും ആദ്യം എണ്ണയിൽ കിടന്നൊന്ന് മൂത്ത് വരണം. അപ്പം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് മൂപ്പിച്ചു കൊടുക്കുക. ഇഞ്ചി സവോളയൊക്കെ ഒരുവിധം വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് സവോള അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഒരു 4 വലിയ സവോളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് കനം കുറച്ച് അരിഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ചെറിയ സവോളയാണെങ്കിൽ നിങ്ങൾക്ക് 5-6 വരെയൊക്കെ എടുക്കാം കേട്ടോ. ആവശ്യത്തിന് സവോള വേണം, എന്നാലേ ടേസ്റ്റ് വരികയുള്ളൂ. ഇഞ്ചിയും വെളുത്തുള്ളി സവോളയൊക്കെ നിറച്ച് വേണം. നല്ല കുറുകിയ ഗ്രേവിയാണ് ഇതിൻ്റെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതൊന്നും കുറഞ്ഞു പോകരുത്. സവോളയൊക്കെ കൂടെ ചേർത്ത് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഈ സവോള ഒന്ന് വാടി കിട്ടാനായിട്ട് നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് വഴറ്റിയെടുക്കാം. പെട്ടെന്ന് വാടി കിട്ടും. അപ്പം ഇപ്പോൾ സവോളയൊക്കെ ഒരുവിധം നന്നായി വാടി വന്നിട്ടുണ്ട്. അങ്ങനെ മുരിച്ചെടുക്കേണ്ട കാര്യമൊന്നുമില്ല. സവോള ഒന്നും വാടി വരുമ്പോഴേക്കും നമുക്ക് ഇതിനകത്തേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഒരു 8 മുതൽ 10-12 വരെ നമുക്ക് പച്ചമുളക് ചേർക്കാം. അത് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ 8 വലിയ പച്ചമുളകാണ് ഒന്ന് കീറി എടുത്തിട്ടുണ്ട്. അത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഈ പച്ചമുളക് നേരത്തെ ഇടരുത്. നേരത്തെ ഇട്ട് കഴിഞ്ഞാൽ അതങ്ങ് മുരിഞ്ഞു പോകും. അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ശരിക്കും കറിയിലേക്ക് ഇറങ്ങത്തില്ല. അപ്പം കുറച്ച് സവോള വാടി വരുമ്പോഴേക്കും നമുക്കിതുപോലെ പച്ചമുളക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഈ കറിയിൽ ഞാൻ മുളക് പൊടി ചേർക്കുന്നില്ല. പച്ചമുളകും കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ടാണ് എരിവിന് വേണ്ടി അതാണ് ചേർക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് വേണം അപ്പോൾ പച്ചമുളക് ഇട്ട് കൊടുക്കാനായിട്ട്. ഇനി ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. നന്നായിട്ട് വഴന്ന് കഴിയുമ്പോഴേക്കും നമുക്ക് അതിനകത്തേക്ക് പൊടികൾ ചേർക്കാം. ആദ്യം ഞാൻ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്തേക്ക് നമുക്കൊരു 3-3.5 ടീസ്പൂൺ വരെ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ടീസ്പൂണിൻ്റെ കണക്കാണ് കേട്ടോ ഞാൻ പറയുന്നത്, ടേബിൾ സ്പൂൺ അല്ല, ചെറിയ സ്പൂൺ. അപ്പോൾ 3.5 ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കേണ്ടത് എരിവിനാവശ്യമായിട്ടുള്ള കുരുമുളക് പൊടി. ഞാനൊരു 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഗരം മസാല. ഗരം മസാല ഒരു 2-2.5 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇത്രയും പൊടികൾ ചേർത്തതിന് ശേഷം നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം. പൊടിയുടെ ആ ഒരു പച്ചമണം മാറുന്നവരെ നമുക്ക് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം. ഈ സമയത്ത് എപ്പോഴും തീ നന്നായിട്ട് കുറച്ച് വയ്ക്കുക. അതെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും. അപ്പോൾ ആ പൊടി കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി നന്നായിട്ട് തീ കുറച്ച് വെച്ചിട്ടേ പൊടികൾ ചേർക്കാവുള്ളൂ. പൊടിയെല്ലാം ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് 2 തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി 2 ഒരുവിധം നല്ല പഴുത്ത തക്കാളി ഇട്ടാണ് അതാണ് നല്ലത്. അതൊന്ന് അരിഞ്ഞിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന താറാവിൻ്റെ പീസുകൾ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ 1.5 കിലോഗ്രാം താറാവാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് കഴുകി ഒരു മീഡിയം വലിപ്പത്തിൽ മുറിച്ചെടുത്തതാണ്. ഏകദേശം 1.5 കിലോയോളം വരും. നമുക്ക്
ഇനി താറാവിനെയും കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ തീ ലോ ഫ്ലെയിമിൽ വെച്ചിരിക്കുകയായിരുന്നല്ലോ, ഇനി അതൊരു മീഡിയം ഫ്ലെയിമിലേക്ക് വെക്കുക. ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിങ്ങനെ തന്നെ, ഒട്ടും വെള്ളമൊന്നും ഇപ്പോൾ ഒഴിക്കരുത്, അങ്ങനെ തന്നെ വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ 3, 4, 5 മിനിറ്റ് വരെ നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്യാം. അപ്പോഴേക്കും ആ മസാല എല്ലാം നന്നായിട്ട് ആ പീസിലേക്ക് പിടിച്ചു വരണം. അതുവരെ നമുക്കൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് പീസിലേക്കൊക്കെ നന്നായിട്ട് മസാലയുടെ ടേസ്റ്റൊക്കെ പിടിച്ച്, നമ്മൾ കറി ഉണ്ടാക്കുമ്പോൾ തന്നെ ആ പീസിനൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും. അല്ലെങ്കിൽ നമ്മൾ കുറേ നേരം വെച്ച് കഴിയുമ്പോഴേ പീസിലേക്കെല്ലാം പിടിക്കുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം നമുക്ക് വേവിക്കാം. ഇപ്പോൾ ഒരു 4-5 മിനിറ്റ് ഞാൻ റോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്തേക്ക് ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. നമ്മൾ സവോളയിൽ കുറച്ച് ഉപ്പിട്ടിരുന്ന് വഴറ്റാൻ നേരത്ത് അതനുസരിച്ച് വേണം വീണ്ടും ഉപ്പ് ചേർക്കാനായിട്ട്. പിന്നെ നമുക്കൊരു 1 തൊട്ട് 1.5 കപ്പ് വരെ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. പച്ചവെള്ളം ഒഴിക്കരുത്. തിളയ്ക്കുന്ന വെള്ളമല്ല, ഒരു മീഡിയം ചൂടുള്ള വെള്ളം നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. അതുപോലെ ഇപ്പം ഞാനിവിടെ ബ്രോയിലർ താറാവാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് 4 വിസിലൊക്കെ ആകുമ്പോഴേക്കും ഏകദേശം വെന്ത് കിട്ടും. നമ്മൾ നാട്ടിൽ കിട്ടുന്ന നാടൻ താറാവാണെന്നുണ്ടെങ്കിൽ 6 തൊട്ട് 7-8 വിസിൽ വരെയൊക്കെ ചിലപ്പോൾ വേവിക്കേണ്ടി വരും. ചില താറാവ് അങ്ങനെ വേകാൻ ഒരുപാട് താമസം ഉണ്ടാവും. അത് ഓരോ താറാവിൻ്റെ മൂപ്പിനനുസരിച്ച് അതിൽ വ്യത്യാസം വരാം. ഞാനൊരു ഏകദേശ കണക്കാണ് പറഞ്ഞത്. നാടനാണെങ്കിൽ 6 മുതൽ 7 വിസിൽ വരെയെങ്കിലും വേവിക്കണം. ബ്രോയിലർ ആണെന്നുണ്ടെങ്കിൽ 4 വിസിലൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് ഓഫ് ചെയ്യാം. അപ്പോഴേക്കും ഏകദേശം വെന്തിട്ടുണ്ടാവും. ഞാനിപ്പോൾ 4 വിസിൽ വരുന്നവരെ വേവിച്ചു. അതിൻ്റെ ആവി പോയതിന് ശേഷം തുറക്കുവാണ്. ഇതിപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ബ്രോയിലർ താറാവ് ആയതുകൊണ്ടാണ് ഇത് 4 വിസിലിനുള്ളിൽ വെന്ത് കിട്ടിയത്. അപ്പം നിങ്ങൾ തുറന്ന് നോക്കിയിട്ട് ഒന്ന് പ്രസ് ചെയ്ത് നോക്കുക. ഒരു പീസ് എടുത്തിട്ട് നന്നായിട്ട് ഞെക്കുമ്പോൾ പൊടിയുന്നുണ്ടെങ്കിൽ അത് നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. അതെല്ലാം കട്ടിയുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് നേരം കൂടെ ഒന്ന് അടച്ചു വെച്ച് 1-2 വിസിലൂടെ വരുന്നവരെ വേവിക്കുക. ഇപ്പോൾ ഇത് വെന്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ചെയ്യേണ്ടത് ഉപ്പൊന്ന് നോക്കുക. ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഉപ്പ് നോക്കിയിട്ട് ഒരല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എരിവ് പോരാന്നുണ്ടെങ്കിൽ നിങ്ങൾ പച്ചമുളക് ഇപ്പം ഇട്ട് കൊടുക്കരുത്, കുരുമുളക് കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ഇപ്പം ഇട്ടാൽ അതിൻ്റെ ടേസ്റ്റ് വരില്ല. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഗ്രേവി നല്ല തിക്കാകാനായിട്ട് നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ചെറു ചൂടുവെള്ളത്തിലിട്ട് അരച്ചെടുത്തത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 15 അണ്ടിപ്പരിപ്പാണ് എടുത്തിരിക്കുന്നത്. അത് ചെറിയ ചൂടുവെള്ളത്തിലൊരു 1/2 കപ്പ് ചെറു ചൂടുവെള്ളത്തിൽ ഇട്ട് അരമണിക്കൂർ കുതിർത്തതിന് ശേഷം അരച്ചെടുത്ത പേസ്റ്റാണിത്. അത് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇതങ്ങോട്ട് ചെല്ലുമ്പോൾ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ് കറിക്ക് വരുന്നത്. അതുപോലെ തന്നെ നല്ല കൊഴുത്ത ഗ്രേവി കിട്ടുകയും ചെയ്യും നമുക്ക്. ഈ കാഷ്യൂ പേസ്റ്റ് ചേർത്തതിന് ശേഷം 1-2 മിനിറ്റ് കൂടെ നമുക്കിതൊന്ന് തിളപ്പിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കാനുള്ളത് തേങ്ങാപ്പാലാണ്. അതിൻ്റെ അളവെന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ അപ്പത്തിനും ഇടിയപ്പത്തിനും ഒക്കെ കണക്കാക്കിയാണ് ഞാൻ ഈ കറി വെക്കുന്നത്. അതുകൊണ്ട് അധികം കോൺസെൻട്രേറ്റഡ് അല്ലാത്ത ഇത്തിരി എരിവൊക്കെ കുറച്ച് ഗ്രേവി കൂടുതലുള്ള ഒരു കറിയായിട്ടാണ് ഞാൻ വെക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ 2 കപ്പ് തേങ്ങാപ്പാൽ ചേർത്തിട്ടുണ്ട്. നിങ്ങളിപ്പോൾ ചോറിൻ്റെ കൂടെയാണ് ഇത് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ 1 കപ്പ് തേങ്ങാപ്പാൽ മതിയാവും. അപ്പോൾ കുറച്ചുകൂടെ എരിവും ഒക്കെ മുന്നിട്ട് നിൽക്കും, അധികം ഗ്രേവി ഉണ്ടാവില്ല. അപ്പം നിങ്ങൾ എന്തിൻ്റെ കൂടെയാണോ ഉപയോഗിക്കുന്നതിനനുസരിച്ച് തേങ്ങാപ്പാലിൻ്റെ അളവ് നിശ്ചയിക്കുക. ഇതിപ്പോൾ
കറി റെഡി ആയിട്ടുണ്ട്. തേങ്ങാപ്പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയാൽ മതി. കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം തിളയ്ക്കുന്നതിന് മുന്നേ ആയിട്ട് തന്നെ ഇത് ഓഫ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം തിളയ്ക്കുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് നമുക്കിത് ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഇത് കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കുക. ഒരല്പം നേരം ഇത് അടച്ചു വെച്ച് കഴിയുമ്പോഴേക്കും ഇത് നല്ല കുറുകി അതിൻ്റെ ആ അവസാനം ഇട്ട കറിവേപ്പിലയുടെ ഫ്ലേവറും എല്ലാം കൂടെ അതിനകത്തേക്ക് ഇറങ്ങി വരണമെങ്കിൽ നമ്മളിത് അവസാനം എല്ലാം റെഡിയാക്കി കഴിഞ്ഞ് ഓഫ് ചെയ്ത് കഴിയുമല്ലോ. അതിനുശേഷം ഈ കറി ഒന്ന് ഒരു 10-15 മിനിറ്റ് നമുക്കൊന്ന് വെറുതെ കുക്കറൊന്ന് മൂടി വെച്ച് കൊടുക്കണം. അപ്പോഴാണ് കറക്റ്റ് കുറുകി ഒന്ന് സെറ്റായി വരുന്നത്. ഇത്രയേ ഉള്ളൂ നമ്മുടെ കറി. നല്ല എളുപ്പമാണ്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയ പുതിയ റെസിപ്പികളുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.